നമസ്കാരം. അടുത്ത ദിവസം പുറത്തു വന്ന രണ്ട് ദൃശ്യങ്ങൾ ജനം കാണണം, സ്വയം വിലയിരുത്തണം. കാര്യം എന്താണ് കമ്മ്യൂണിസ്റ്റുകാർക്കിടയിലുള്ള അല്ലെങ്കിൽ മനസ്സിലുള്ള മാനവികത എന്ന് നിങ്ങൾ വിലയിരുത്തേണ്ട സന്ദർഭമാണ്. ഈ അടുത്ത ദിവസമാണ് സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രിയുടെ JSK എന്ന പടത്തിന്റെ റിലീസിംഗുമായി ബന്ധപ്പെട്ടുള്ള കേക്ക് മുറിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വന്ധ്യവയോധിക 90 വയസ്സടുപ്പിച്ച് വരും സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് വരികയും ഒന്ന് കൈ കൊടുത്ത ദൃശ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒന്നുകൂടെ ഓർത്തെ. ഗോകുലം മൂവീസ് വളരെയധികം പടങ്ങൾ ഇപ്പോ നമ്മുടെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഈ സിനിമയുടെ റിലീസിന് പങ്കാളിയായ സുജിത്ത് ഈ കൂട്ടത്തിൽ ഇവിടെ ഉണ്ട്. സുരേഷ് അന്വേഷിക്കുന്നുണ്ട്. സുജിത്ത് കൈ കൊടുത്ത സന്ദർഭത്തിൽ തന്നെ ആളെ നോക്കിയിട്ട് ഉള്ളിൽ ഉടനടി അശുദ്ധിയായി കൈ കഴുകുകയാണ്. ഒന്ന് ആലോചിക്കുക, ഒരു ജനപ്രതിനിധി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ആ വോട്ട് കൊടുക്കുന്ന ജനം എങ്ങനെയാണ് അശുദ്ധി അയിത്തമായി മാറുന്നതിന്റെ നേർക്കാഴ്ചയാണ്. എന്തുകൊണ്ട് ഇത് കാണിച്ചു എന്ന് പറഞ്ഞാൽ സമാനമായിട്ടുള്ള ദൃശ്യം മറ്റൊന്നുകൂടി മറ്റിടത്ത് കാണാനായി. അത് കോഴിക്കോട് ബേപ്പൂരിൽ സ്വന്തം മണ്ഡലത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ മന്ത്രി PA മുഹമ്മദ് റിയാസ് സമാനമായി പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്ന സന്ദർഭത്തിൽ ഒരു അമ്മയെ കണ്ടു. ഇതേ ദൃശ്യം നോക്കി. ഇടക്കൊക്കെ എന്തിനു കഴിക്കാം? ഒന്നും കഴിച്ചില്ല. കൊറേ ഉദ്ഘാടനം വരുന്നുണ്ട്, അപ്പൊ കൊറേ കഴിക്കേണ്ടി. ശരി, പോട്ടെ. രണ്ടും വയോധികയാണ്. രണ്ട് സമീപനങ്ങൾ എന്തെന്ന് നോക്കി. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവരോട് അനുകമ്പ, സ്നേഹം, പരിഗണന തുടങ്ങിയ വാക്കുകളാണ് ഒരാൾ ആഗ്രഹിക്കുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി പെരുമാറുന്നതായിരുന്നു നോക്കി. ആ പൊതുവേദിയിൽ സുരേഷ് ഗോപി ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് കൈ കഴുകുമ്പോൾ, ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ പോലും അത് ചെയ്യുന്നതിന് അയാൾക്ക് മടിയില്ല. കാര്യം ചെയ്തതല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ, ഉള്ളിലുള്ളതല്ലേ പുറത്തേക്ക് വരുള്ളൂ. അപ്പോ ആളെ നോക്കിയതിന് ശേഷം നിങ്ങൾ ശ്വേതാ മേനോനെ കെട്ടിപ്പിടിച്ചതിന് ശേഷം സുരേഷ് ഗോപി പോയി കുളിക്കുന്നത് കണ്ടോ? കണ്ടിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഇതേ സന്ദർഭത്തിൽ സ്വന്തം മകനെയോ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും കൈ കൊടുത്തിട്ട് ഉടനടി കൈ കഴുകാൻ പോകത്തില്ലല്ലോ. അപ്പോ ആ വന്ന വ്യക്തി അത് കേക്ക് മുറിക്കാൻ പോകുന്നതുകൊണ്ട് ആ കൈ ക്ലീൻ ചെയ്തു എന്നൊക്കെയാണ് തട്ടിവിടുന്നത്. അതായത് കേക്ക് മുറിക്കാൻ പോകുന്നതിന് ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ വന്ന് കൈ കൊടുത്താൽ ആ കൈ ഉടനെ അശുദ്ധിയായി കഴുകി മാത്രമേ ചെയ്യുള്ളൂ. ഇത് അവിടെ നിന്ന ഏതെങ്കിലും ഉന്നത കുലന്മാരാണ് കൈ കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യില്ല. അപ്പോ മനസ്സിലാക്കേണ്ട രണ്ട് ദൃശ്യമാണ്. മുഹമ്മദ് റിയാസ് എന്ന ഇടതുപക്ഷത്തിന്റെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അവർ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെ കാണാൻ വരുമ്പോൾ അവരെ കൈ പിടിച്ച് സംസാരിക്കുക, അവരെ ചേർത്ത് നിർത്തുക, അവർ പറയുന്നത് കേൾക്കുക. ആ കേൾക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുമ്പോഴാണല്ലോ സ്വാഭാവികമായി ജനങ്ങൾക്കും ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയോട് ഒരു ആദരവ് തോന്നുന്നത്. മറ്റെന്ത് സന്ദേശമാണ് ഈ നാടിന് കൊടുക്കുന്നത്? ഇതുപോലെയൊക്കെ ഉള്ളതൊക്കെ വന്ന കൈ കൊടുത്ത അപ്പോഴേ കഴിയില്ലെങ്കിൽ അത് പിന്നെ എന്താണ്? മൊത്തം മാലിന്യമാണെന്നുള്ള രീതിയിലാണ് ആ പ്രവൃത്തി കാണിച്ചിരിക്കുന്നത്. അപ്പോ ഇതൊക്കെയാണ് സമൂഹത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. ഇതിനെ മാധ്യമങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ ഇതിനെ കമ്പയർ ചെയ്ത് കാണിക്കാൻ പോകുന്നില്ല. കാര്യം അവരുടെ ഉള്ളിലും ഇടതുപക്ഷ വിരോധമാണല്ലോ നിറഞ്ഞു നിൽക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവർ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് സ്വന്തം നിലയ്ക്ക് പ്രചരിപ്പിക്കേണ്ട അവസ്ഥയാണ്. കാര്യം മാധ്യമങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും കാണിക്കാനും തയ്യാറാകില്ല. അല്ലെങ്കിൽ അത്തരം ദൃശ്യങ്ങൾ കണ്ണിപ്പെട്ടാൽ എങ്ങനെ അത് മുക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അവിടങ്ങളിലാണ് നിങ്ങൾ എത്ര മറച്ചു പിടിച്ചാലും ചിലർ ചെയ്യുന്ന പ്രവൃത്തി, അതിപ്പോ പിണറായി വിജയനാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ വാർത്ത ആഘോഷമായിരുന്നു. സുരേഷ് ഗോപി ആയതുകൊണ്ട് ഇതുപോലെ എന്ത് തോന്നിവാസം കാണിക്കാം, കൈ തട്ടിത്തെറിപ്പിക്കാം, കൈ വേണമെങ്കിൽ പിടിച്ചാൽ കഴുകാം, അല്ലെങ്കിൽ ഇറക്കി വിടാം, മാറ്റിവിടാം. അതൊക്കെ ആസ്വദിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. എന്തായാലും ആ രണ്ട് ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ കാണേണ്ടതുണ്ട്. കാര്യം നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താവുന്നതല്ലേ ഏതാണ് ഏറ്റവും നല്ല മാതൃകയെന്നും ഏതാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചെയ്യേണ്ട കാര്യമെന്നതിനെ കുറിച്ചൊക്കെ സ്വയം വിലയിരുത്താനും മനുഷ്യർക്ക് ശേഷി വേണമല്ലോ. അത്തരം ചിന്തകൾ ഉണ്ടാകാതെ അത് വളരെ ജാഗ്രതയോടുകൂടി തെറ്റിദ്ധരിപ്പിക്കുന്നതും മനുഷ്യരുടെ മനസ്സിലേക്ക് ഇല്ലാത്തതുണ്ടെന്ന് തോന്നിപ്പിക്കുന്നത് മാത്രമേ മുന്നിലേക്ക് എത്തിക്കാറുള്ളൂ. അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ആ രണ്ട് ദൃശ്യം കണ്ടതിന് ശേഷം മനസ്സിലാക്കൂ. ആരാണ് ജനങ്ങളെ നയിക്കാൻ വരേണ്ടവരെന്ന് നിങ്ങളൊന്ന് വിലയിരുത്തിക്കോളൂ. ഗോകുലം മൂവീസ് വളരെയധികം പടങ്ങൾ ഇപ്പോ നമ്മുടെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ഈ സിനിമയുടെ റിലീസിന് പങ്കാളിയായ സുജിത്ത് ഈ കൂട്ടത്തിൽ ഇവിടെ ഉണ്ട്. സുരേഷ് അന്വേഷിക്കുന്നുണ്ട്. സുജിത്ത് ഇടക്കൊക്കെ എന്തിനു കഴിക്കാം?
ഇല്ല ഇടയ്ക്കൊരു ഒന്നും കഴിച്ചില്ലേ ഈ കൊറേ ഉദ്ഘാടനം വരുന്നുണ്ട് അപ്പൊ കൊറേ കഴിക്കേണ്ടി ശരി പോട്ടെ